എൽ ഷദായ് ദൈവം സർവശക്തൻ. എൽ ഷദായ് എൽ ഷദായ് ദൈവം സർവശക്തൻ. സർവം സൃഷ്ടിച്ചവൻ, സർവം ഭരിക്കുന്നവൻ, സർവാധിപൻ, സർവശക്തൻ. എൽ ഷദായ് എൽ ഷദായ്. പാപമോചകൻ, ലോകരക്ഷകൻ, ജീവദായകൻ, സൗഖ്യദായകൻ, ശാന്തിദായകൻ, ശക്തിദായകൻ, ഏകരക്ഷകൻ, യേശുനായകൻ, ലോകാന്ത്യം വരെ കൂടെയുള്ളവൻ, ജീവജലത്തിനുറവയായവൻ. എൽ ഷദായ് സർവശക്തൻ. എൽ ഷദായ് ദൈവം സർവശക്തൻ. എൽ ഷദായ് സർവശക്തൻ. എൽ ഷദായ് ദൈവം സർവശക്തൻ. എൽ ഷദായ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന വെള്ളി വെളിച്ചം എന്നതിനെ കുറിച്ചാണ്. അതിനു മുമ്പ് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കുടുംബത്തിൻ്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. അവർ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ, അവർ യേശുവിൽ പ്രത്യാശ വെച്ചപ്പോൾ, യേശുവിലുള്ള വിശ്വാസം ആ കുടുംബത്തെ എങ്ങനെ അനുഗ്രഹത്തിലേക്ക് നയിച്ചു എന്ന് അവരുടെ വാക്കുകളിലൂടെ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സൗമ്യ. ഞാൻ വരുന്നത് പൊറ്റമ്മൽ കോഴിക്കോട് നിന്ന് തന്നെയാണ്. ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മോൾ മറിയ ആൻഡ് മാത്യുവിന് വേണ്ടിയിട്ടാണ്. എൻ്റെ മോക്ക് 3 വയസ്സ് വരെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു വിക്ക് ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ലെറ്റർ പറയാൻ കുറച്ച് താമസമായിരുന്നു. അതിങ്ങനെ കുറച്ച് റിപ്പീറ്റ് ചെയ്ത് ആയിരുന്നു മോള് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇത് എനിക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ കുറച്ച് പേർക്ക് ഇങ്ങനെ ഉള്ളത് കൊണ്ട് ചെറിയൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞാൻ ഇത് ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ നേർച്ച നേർന്നു. അച്ഛൻ ഞായറാഴ്ചത്തെ അച്ഛൻ്റെ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ട് ഞാൻ പ്രാർത്ഥിക്കലുണ്ട്. ഒരു ദിവസം ഞാനിങ്ങനെ ശക്തമായി കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഇത് ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാം, അട്ടപ്പാടിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ കുഞ്ഞിനെ സംസാരിക്കുവാനുള്ള തടസ്സം ഈശോയെ അവിടുന്ന് മാറ്റിത്തരണം. പാരമ്പര്യ രോഗങ്ങളെയെല്ലാം തൊട്ട് സുഖപ്പെടുത്താൻ സാധിക്കുന്നവനാണ് അവിടുന്ന്. അപ്പോൾ ഞാൻ ഈ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞു. എൻ്റെ ഇതിന് സൗഖ്യപ്പെട്ടു എന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. കുറെ കഴിഞ്ഞപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോളുടെ ആ സംസാരത്തിനുണ്ടായിരുന്ന തടസ്സം ഈശോ മാറ്റിത്തന്നു. തൊട്ടടുത്ത മാസം തന്നെ ഇവളുടെ ക്ലാസ് ടീച്ചർ, അന്ന് മോള് പ്ലേ ക്ലാസ്സിൽ പഠിക്കുകയാണ്, മോളെ സ്പീച്ചിന് തിരഞ്ഞെടുത്തു. ഇപ്പോൾ എൻ്റെ മകൾക്ക് നന്നായിട്ട് സംസാരിക്കുവാനും പാടുവാനുമുള്ള ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ വിക്ക് തടസ്സമുണ്ടായിരുന്നു. ആ കുട്ടി ഇതുപോലെ പ്രാർത്ഥിച്ചു. പിന്നെ നോക്കുമ്പോൾ സംസാരത്തിന് തടസ്സമൊക്കെ മാറി. ക്ലാസ്സിൽ പ്രസംഗ മത്സരത്തിന് തിരഞ്ഞെടുക്കുക അല്ലേ? പ്രസംഗ മത്സരത്തിന് കുട്ടീനെ തിരഞ്ഞെടുത്തു. അപ്പോൾ പ്രസംഗം മാത്രമല്ല, പാട്ടും കൂടെ പാടും. നോക്കിയേ, നല്ല വിധം നാവിൻ്റെ കെട്ടുകൾ അഴിച്ച്
കർത്താവ് സ്ഫുടമായി സംസാര ശക്തി നൽകി അങ്ങോട്ട് അനുഗ്രഹിച്ച്. അതിന് നിങ്ങൾ ചെയ്തത് നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു അല്ലേ? അഭിഷേകിന് വചന പ്രഘോഷണം കേട്ടുകൊണ്ടിരുന്നപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഈശോയെ, പാരമ്പര്യ രോഗങ്ങളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, പാരമ്പര്യ രോഗങ്ങളെ സുഖപ്പെടുത്താൻ കഴിയുമോ എന്ന് വിശ്വസിച്ച് ഇരിക്കുന്ന പലരുമുണ്ട്. അവർക്ക് വേണ്ടി ഇവിടെ അങ്ങനെ കുറച്ച് പേരുണ്ടാകാൻ സാധ്യതയുണ്ട്. അവർക്കും കൂടി ഒരു വിശ്വാസം വരുവാനായിട്ടാണ് ഞാനിത് പറയുന്നത്. സകല പാരമ്പര്യ രോഗങ്ങളെയും തൊട്ട് സുഖപ്പെടുത്തുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. അതുകൊണ്ട് കുട്ടിക്ക് നല്ല സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചു. കുട്ടിയുടെ പേരെന്താണ്? മറിയ ആൻഡ് മാത്യു. മറിയ, 2 വാക്ക് സംസാരിക്കണോ? മറിയയുടെ പേര് പറ. മറിയ ആൻഡ് മാത്യു. ദൈവമേ, ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മറുപടി വരികയാണ്. എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? 1-ാം ക്ലാസ്സില്. നിനക്ക് നല്ല സന്തോഷമാണോ? പ്രൈസ് ദി ലോർഡ്. നിന്റെ മമ്മിയുടെ പേരെന്നാ? സൗമ്യ. അയ്യോ, ഇനി എനിക്ക് ചോദ്യമൊന്നും ചോദിക്കാനില്ല. ഹല്ലേലൂയ. നിനക്ക് പാട്ട് വല്ലതും പാടാൻ തോന്നണുണ്ടോ? പാടാവോ? ഒന്ന് ചെറുതായിരുന്നു പാടിയേ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയായി. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയായി. മതി മതി മതി, ബെസ്റ്റ്. കർത്താവ് അനുഗ്രഹിച്ചത് കണ്ടോ? സംസാരത്തിന് തടസ്സം ഉണ്ടായിരുന്നല്ലേ? വിക്കുണ്ടായിരുന്നാണ് മാറി. നിങ്ങൾക്ക് സന്തോഷമാണോ? എന്നാ കൈകൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക മനമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് വലിയ പ്രത്യാശയോടെ നമ്മുടെ ഹൃദയഭാരങ്ങളെല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, സങ്കീർത്തന പുസ്തകം 55-ാം അധ്യായം 22-ാം തിരുലിഖിതം. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് അത് ഏറ്റെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 16-ാം അധ്യായം 20-ാം തിരുലിഖിതം. സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായം 2-ാം തിരുലിഖിതം. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അവൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് ഓടി ഇറങ്ങി വരുന്ന പശുക്കിടാങ്ങളെ പോലെ നിങ്ങൾ തുള്ളിച്ചാടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി വലിയ പ്രത്യാശയോടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ, ഉറകെട്ടു പോയ ഉപ്പായ എന്നെ ഉറകൂട്ടിയിടണമേ. ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ, ഉറകെട്ടു പോയ ഉപ്പായ എന്നെ ഉറകൂട്ടിയിടണമേ. കനലുകളൂതി തീയാക്കൂ, കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂതി തീയാക്കൂ, എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. പരിശുദ്ധാത്മാവേ, സകല ഹൃദയങ്ങളുടെ മേലെ എഴുന്നള്ളി വരണമേ, സകല ജീവിതങ്ങളുടെ മേലെ എഴുന്നള്ളി വരണമേ, എല്ലാ കുടുംബങ്ങളുടെ മേലെ എഴുന്നള്ളി വരണമേ. വിദ്യാർത്ഥികൾ അഭിഷേകം ചെയ്യണമേ, യുവതിയുവാക്കന്മാരെ അനുഗ്രഹിക്കണമേ. തകർന്ന ആത്മാക്കളെ വീണ്ടും പടുത്തുയർത്തുന്ന പരിശുദ്ധാത്മാവേ,
ജഡമോഹങ്ങളിൽ വലയും ഞങ്ങളിൽ പുതിയൊരു ജനനം നൽകണമേ. ജഡമോഹങ്ങളിൽ വലയും ഞങ്ങളിൽ പുതിയൊരു ജനനം നൽകണമേ. നിർമ്മലമായൊരു ഹൃദയം നൽകി പുതിയൊരു ജീവിതമേകാൻ. നിർമ്മലമായൊരു ഹൃദയം നൽകി പുതിയൊരു ജീവിതമേകാൻ. ആത്മാവേ കൃപയേകണമേ, വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ കൃപയേകണമേ, വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ആരാധന ആരാധന യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എല്ലാ ഹൃദയങ്ങളെ അങ്ങയുടെ ദിവ്യമായ ജലത്താൽ കഴുകണമേ. ലോകത്തിൻ്റെ എല്ലാ കരടുകളും, സാത്താൻ വിതച്ചിരിക്കുന്ന എല്ലാ അശുദ്ധിയും, എല്ലാ തരത്തിലുള്ള കറകളും എല്ലാ ആത്മാക്കളിൽ നിന്ന് കഴുകി ദൈവവചനം സ്വീകരിക്കാൻ തെളിമയുള്ളൊരു ഹൃദയം ഇപ്പോൾ പ്രദാനം ചെയ്യണമേ. തെളിഞ്ഞ മനസ്സ് നൽകണമേ. എല്ലാ ദുരുപദേശങ്ങളും എല്ലാ ദുരുപദേശങ്ങളും എല്ലാ തിന്മയുടെ ചിന്തകളും, എല്ലാ പൈശാചിക ചിന്തകളും, എല്ലാ ദുഷ്ടത ചിന്തകളും, എല്ലാ വെറുപ്പിന്റെ ചിന്തകളും, എല്ലാ അവിശ്വാസ ചിന്തകളും, എല്ലാ തരത്തിലുള്ള നാരകീയ സേനകളുടെ ഉപദ്രവങ്ങളും ഇപ്പോൾ ദൈവമക്കളിൽ നിന്ന് വിട്ടുമാറിപ്പോട്ടെ. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തുതി. പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. എല്ലാവരും ഇരിക്കുക. പ്ലീസ് ബി സീറ്റഡ്. ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും വിദ്യാർത്ഥിനികളെയും അച്ഛൻ പ്രത്യേകമാവിധം അഭിവാദനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക കൃപ നിങ്ങൾക്ക് തരും. ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചം നമ്മുടെ അന്തരംഗത്തിലേക്ക് അവിടുന്ന് പകരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകരുടെ ഹൃദയത്തിൻ്റെ വലിയൊരു ദാഹമാണ് യേശുവിനെ അനുഭവിക്കണം, യേശുവിനെ അറിയണം, ദൈവത്തെ കാണണം, ദൈവത്തിൻ്റെ അനുഭവം കൊണ്ട് നിറയണം. ആ വിഷയത്തോട് ബന്ധപ്പെടുത്തിയ ഒരു ചിന്തയാണ് ഇന്ന് പങ്കുവെക്കാൻ ദൈവാത്മാവ് പ്രേരണ നൽകുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള തിരുലിഖിതങ്ങൾ. യേശു ക്രിസ്തു ഉത്ഥാനം ചെയ്ത ആ ആദ്യ പ്രഭാതത്തിൽ മഗ്ദലന മറിയത്തിൻ്റെ അനുഭവമാണ് ഇന്ന് ആദ്യമായിട്ട് നമ്മൾ പരിചിന്തനത്തിനെടുക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള തിരുലിഖിതങ്ങൾ. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കും അപരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആ രംഗം ഒന്ന് ഭാവന കാണണം. യേശു ക്രിസ്തു മരിച്ച്
കുരിശിൽ തറയ്ക്കപ്പെട്ടു, വലിയ പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയി, അങ്ങനെ അടക്കം ചെയ്യപ്പെട്ടു. ശിഷ്യന്മാരെല്ലാം വലിയ ഭയത്തിലും വേദനയിലുമാണ്. അങ്ങനെ യേശുക്രിസ്തുവിനെ അറിയുന്ന സകല ആളുകളുടെ ഉള്ളിൽ വലിയ വേദനയും വിഷമമുണ്ട്. അങ്ങനെ അടക്കം ചെയ്യപ്പെട്ട കല്ലറ, ആ കല്ലറ ഇരുന്ന ആ തോട്ടത്തിലേക്ക് വെളുപ്പാങ്കാലത്ത് മഗ്ദലന മറിയം ആ സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് ഓടി വരികയാണ്. വലിയ സ്നേഹമുള്ള, യേശുവിനോട് വലിയ സ്നേഹമുള്ള ഹൃദയമാണ് മഗ്ദലന മറിയത്തിൻ്റെ ഹൃദയം. യേശുവിനോട് വലിയ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഹൃദയമാണ് മഗ്ദലന മറിയത്തിൻ്റെ ഹൃദയം. അങ്ങനെ ഈ സ്നേഹവും ആരാധനയും ഭവ്യതയും വലിയ തരത്തിലുള്ള തുറവിയൊക്കെയുള്ള ഹൃദയമായിരുന്നെങ്കിലും യേശു മഗ്ദലന മറിയത്തോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ പോയി അവനെ എടുത്തോണ്ട് പോന്നോളാം. നോക്കിയേ, ഈ മഗ്ദലന മറിയത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹം, മഗ്ദലന മറിയത്തിൻ്റെ യേശുവിനോടുള്ള സ്നേഹം, മഗ്ദലന മറിയത്തിന് യേശുവിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്, യേശുവിനോടുള്ള ആദരവ്, യേശുവിനോടുള്ള ആരാധന എല്ലാം നിറഞ്ഞ കറയറ്റൊരു ഹൃദയമാണെങ്കിലും യേശു അവിടെ നിൽക്കുന്നത്, യേശു അവിടെ നിന്നിട്ട് അത് യേശു ആണെന്ന് തിരിച്ചറിയാൻ പറ്റണില്ല. അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ഈ സ്ഥിതി ഇതാണ്. വചനം കേൾക്കുന്നു, യേശുവിനോട് അരികിൽ നിൽക്കുന്നു, പക്ഷെ യേശുവാണ്, യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നില്ല. വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, പക്ഷെ യേശുവിനെ കാണുകയും യേശുവിനെ തൊടുകയും ചെയ്യുന്ന ആ ഒരു തീവ്ര അനുഭവത്തിലേക്ക് ഉയരാൻ നമുക്ക് പറ്റുന്നില്ല. അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് സാധാരണ മനുഷ്യന്മാർ സംസാരിക്കുന്നത് പോലെ ഇവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കും, സാധാരണ ഒരു ഇടപാട്, സാധാരണ ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ യേശു വിളിച്ചു, മറിയം. ആ ഒരു വിളി, ആ ഒരു ഇടപെടൽ സ്വർഗത്തിൻ്റെ വെള്ളി വെളിച്ചം പ്രവേശിക്കുന്ന സമയമായിരുന്നു. മറിയത്തിൻ്റെ ആത്മാവിലേക്ക് സ്വർഗത്തിൻ്റെ ഒരു വെള്ളി വെളിച്ചം പ്രകാശിച്ചു. അവൾ യേശുവിനെ തിരിച്ചറിഞ്ഞു. അവൾ നോക്കി, യേശു. അവൾ വിളിച്ചു, റബ്ബോനി, ഗുരുവേ, ഇത് നീ തന്നെയോ? റബ്ബോനി. പ്രിയപ്പെട്ട അന്തരീക്ഷാകെ മാറി. യേശുവിനെ അവർ നേർക്ക് നേർ കണ്ടു. യേശുവിൻ്റെ അനുഭവം കൊണ്ട് നിറഞ്ഞു. മനുഷ്യന്റെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം ദൈവ സാന്നിധ്യത്തിൻ്റെ ശക്തിയും ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രഭാപൂരവും കൊണ്ട് ആത്മാവ് പ്രകാശിച്ച് തുടിക്കുന്ന സമയമായിരുന്നു അത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പിന്നെ മഗ്ദലന മറിയം വിശ്രമിക്കുന്നില്ല. പിന്നെ മഗ്ദലന മറിയം ആ സെക്കൻഡിൽ തന്നെ പുറപ്പെടുകയാണ് എല്ലാവരെയും വിവരം അറിയിക്കാൻ. യേശുവിൻ്റെ വലിയ തീഷ്ണതയെന്ന് പറഞ്ഞ കത്തി ജ്വലിക്കുന്ന ഒരു തീപന്തമായി അവൾ മാറി. ഒന്ന് ചൊല്ലി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു സെക്കൻഡ്, ആ ഒറ്റ നിമിഷം, ഭാഗ്യപ്പെട്ട നിമിഷം. എല്ലാ അന്ധകാരങ്ങളും നീങ്ങി, എല്ലാ സംശയങ്ങളും നീങ്ങി, എല്ലാ അവ്യക്തതയും നീങ്ങി, എല്ലാ അന്ധതയും നീങ്ങി. ആത്മാവ് മുഴുവൻ ദൈവ സാന്നിധ്യത്തിന്റെ പ്രഭാപൂരം കൊണ്ട് മൂടി, സന്തോഷം കൊണ്ട് നിറഞ്ഞ്, സ്വർഗത്തിന്റെ ആനന്ദം കൊണ്ട് നിറഞ്ഞ് ഒറ്റ സെക്കൻഡ് എല്ലാം മറിയത്തിന് ലഭിച്ച്. അതുപോലെ മറ്റൊരു രംഗമുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 4 മുതൽ 8 വരെയുള്ള തിരുലിഖിതങ്ങൾ. തിബേരിയാസ് കടലിൽ ശിഷ്യന്മാരെല്ലാവരും മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ് യേശു തീരത്തേക്ക് വന്നു. യേശു ചോദിച്ചു, കുഞ്ഞുങ്ങളെ, മീൻ വല്ലതും കിട്ടിയോ? ഉടനെ ഇവർ സാധാരണ സംസാരം ആരംഭിക്കുകയാണ്. ഇല്ല, രാത്രി മുഴുവൻ വലഞ്ഞ് ഒന്നും കിട്ടിയിട്ടില്ല. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ സംസാരം പോലെയുള്ള ഇടപെടലുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം 4 മുതലുള്ള വാക്യങ്ങൾ. ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു,
കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്നവർ മറുപടി പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിറക്കുക, അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യങ്ങളുടെ ആധിക്യ നിമിത്തം അത് വലിച്ചു കയറ്റാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട സഹോദരൻ, ഇതുവരെ സാധാരണ സംഭവം നടക്കുകയാണ്. ഒരാൾ തീരത്ത് നിൽക്കുന്നു, അത് സാധാരണ ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുകയാണ്. വിളിച്ചു ചോദിക്കുന്നു, മറുപടി വിളിച്ചു പറയുന്നു, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സഭാ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ പള്ളിയിൽ പോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, സാധാരണ ഒരു അനുഭവമാണ്. അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സ്പർശനം, ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന വെള്ളി വെളിച്ചത്തിൻ്റെ ആ പ്രഭാപൂരം അനുഭവിക്കാനായിട്ട് ഹൃദയം നമുക്ക് തുറക്കാൻ പറ്റിയിട്ടില്ല. ഈ സമയം ഈ വലിയ മീൻപിടുത്തം കിട്ടിയപ്പോൾ ഈ സമയത്ത് യേശുവിനെ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അദ്ദേഹം വിളിച്ചു പറയാണ്, അത് കർത്താവാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിലേക്ക് ഒരു വെള്ളി വെളിച്ചം അങ്ങനെ പ്രവേശിച്ച് 11 പേർ അവിടെയുണ്ട്, അല്ലെങ്കിൽ ശിഷ്യന്മാർ മിക്കവരും അവിടെയുണ്ട്. പക്ഷേ ഈ ഒരാളുടെ ഉള്ളിലേക്ക് ഒരു വെള്ളി വെളിച്ചം അങ്ങനെ വ്യാപരിച്ച്, അത് കർത്താവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനുഭവം കൊണ്ട് നിറഞ്ഞു. ഉടനെ പിന്നെ അതെല്ലാം ലോക ചിന്തയിൽ ലോക കാര്യങ്ങൾ അവർ ഉപേക്ഷിച്ച് അവർ പത്രോസിലേക്ക് ഉടനെ എടുത്തു ചാടി. ബാക്കിയുള്ളവർ വലിച്ചുകൊണ്ട് അവിടെ എത്തി. അവരുടെ ആത്മാവിനെ, പ്രത്യേകിച്ച് ആ ഒരു ശിഷ്യൻ്റെ ആത്മാവ് ആ ഒരൊറ്റ സെക്കൻഡിൽ ദൈവത്തിൻ്റെ അനുഭവം കൊണ്ട് നിറഞ്ഞു, വെളിപാട് കൊണ്ട് നിറഞ്ഞു, അറിവ് കൊണ്ട് നിറഞ്ഞു, ജ്ഞാനം കൊണ്ട് നിറഞ്ഞു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 42-ഉം 43-ഉം തിരുലിഖിതങ്ങൾ, അവിടെ മറ്റൊരു രംഗം നമ്മൾ കാണുകയാണ്. ഇതാ യേശു കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകം പേര് അദ്ദേഹത്തെ മർദ്ദിച്ചും പീഡിപ്പിച്ചും ദുഷിച്ചും തുപ്പിയും അടിച്ചും കുത്തിയും കുരിശ് തോളിൽ വെച്ച് പീഡാസഹനത്തിന് യാത്രയിലൂടെ കൊണ്ടുവന്ന് നിന്ദിച്ച് അവഹേളിച്ച് ഒരു സാധാരണ മനുഷ്യനുള്ള പരിഗണന പോലും ഇല്ലാതെ വലിയ ഒരു കൊടും കുറ്റവാളിയോടെന്ന പോലെ പെരുമാറി. അങ്ങനെ കുരിശ് തറച്ച് അങ്ങനെ ഒരു വലിയ ഒരു ദ്രോഹിയെ പോലെ അവനെ കുരിശിൽ നാട്ടി. 2 കള്ളന്മാരുടെ മധ്യ അവൻ ഇട്ടിരിക്കുകയാണ്. ഒരൊറ്റയാൾ അദ്ദേഹത്തെ ആദരിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കുരിശിൻ്റെ ഇടതുവശത്ത് കിടന്ന കള്ളൻ യേശുവിനെ ചീത്ത വിളിക്കുകയാണ്. ചീത്ത വിളിക്കേണ്ട സമയത്ത് വലതുവശത്ത് കള്ളൻ യേശുവിലേക്ക് നോക്കുക, അല്ലെങ്കിൽ നിസ്സഹായനായ അദ്ദേഹവും വേദന കിടക്കുകയാണ്. ആ കള്ളൻ്റെ വലതുവശത്ത് കിടന്ന കള്ളൻ്റെ ഉള്ളിലേക്ക് സ്വർഗത്തിൻ്റെ ഒരു വെള്ളി വെളിച്ചം വ്യാപരിച്ചു. അദ്ദേഹത്തിന് ആത്മാവ് ഉണർന്നു, പ്രഭാപൂരം കൊണ്ട് നിറഞ്ഞു. അദ്ദേഹം തിരിച്ചറിഞ്ഞു, ഇത് ദൈവപുത്രനാണ്, ഇവൻ നിത്യരക്ഷകനാണ്, ഇവന് നമ്മുടെ ആത്മാക്കൾ രക്ഷിക്കാൻ സാധിക്കും, ഇവൻ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റും. അദ്ദേഹം നിലവിളിച്ചു, കർത്താവേ, അങ്ങ് സ്വർഗത്തിലായിരിക്കുമ്പോൾ എന്നെ ഈ ഓർക്കണമേ. നിത്യരക്ഷയ്ക്ക് വേണ്ടി യേശുവിനെ ദൈവപുത്രനെ അംഗീകരിച്ച് അദ്ദേഹം നിലവിളിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 42-ഉം 43-ഉം തിരുലിഖിതങ്ങൾ. അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ ഈ ഓർക്കണമേ. യേശു അവനോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഒരൊറ്റ സെക്കൻഡ്, ഭാഗ്യപ്പെട്ട സെക്കൻഡ്, ആത്മാവിലേക്ക് വെള്ളി വെളിച്ചം പ്രവേശിച്ച സമയം, ആത്മാവ് പ്രകാശിപ്പിക്കപ്പെട്ട സമയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള തിരുലിഖിതങ്ങൾ, അവിടെ യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ശിഷ്യന്മാരെല്ലാം കൂടെ പറയാൻ തുടങ്ങി, നീ ഏലിയായാണ്, ശ്രാപകയോനാണ്, പ്രവാചകന്മാരിൽ ഒരുവനാണ്, ഇങ്ങനെ പലതും അവർ പറഞ്ഞു. അപ്പോൾ യേശു ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഉടനെ ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാകുന്നു. ഉടനെ യേശു പറഞ്ഞൊരു മറുപടിയുണ്ട്. അതാണ് 16-ാം അധ്യായം 17-ാം തിരുലിഖിതം. യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. മാംസരക്തങ്ങളല്ല, ലോകത്തിന്റെ ബുദ്ധിയല്ല, ശരീരത്തിലിരിക്കുന്ന ബ്രെയിനിന്റെ ശക്തിയല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ വെളിപാടിൻ്റെ വെള്ളി വെളിച്ചമാണ് നിന്റെ ബോധത്തെ പ്രകാശിപ്പിച്ചത്. യേശു പറഞ്ഞു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ.
ഈ ഒരു കൃപ ലഭിക്കുന്ന ആത്മാക്കളെ ദൈവം അത്യധികം ആദരിക്കുന്നു, അത്യധികം സ്നേഹിക്കുന്നു. നീ ഭാഗ്യവാൻ. ജഡമാംസ രക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഈ നിമിഷം എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആത്മാവിന്റെ വെള്ളി വെളിച്ചത്തിന് വേണ്ടി ദാഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ മറ നീക്കുന്ന വെള്ളി വെളിച്ചം സ്വർഗത്തിൽ നിന്ന് ലഭിക്കണം. ഒരു വ്യക്തി രോഗിയായിരിക്കുമ്പോൾ യേശുവേ എന്ന് വിളിച്ച് കരയാൻ, ആ തീവ്ര അനുഭവത്തിൽ കരയാൻ ഒരു വിശ്വാസത്തിൻ്റെ വെള്ളി വെളിച്ചം നിറയണം. തകർന്നൊരാത്മാവ് ദൈവത്തിനെ തേടാൻ വിശ്വാസത്തിൻ്റെ ഒരു വെള്ളി വെളിച്ചം പ്രവേശിക്കണം. ഒരു കുടുംബ രക്ഷയിലേക്ക് നീങ്ങാൻ ആ കുടുംബത്തിലേക്ക് വിശ്വാസത്തിന് വെള്ളി വെളിച്ചം പ്രവേശിക്കണം. ഇപ്പോൾ എല്ലാ ദൈവമക്കളും കൈകൾ ഉയർത്തിപ്പിടിക്കുക, പിതാവിൻ്റെ സന്നിധിയിൽ എളിമപ്പെടുക, എളിമയും അനുതാപത്തോടും കൂടെ വിളിക്കുക. ആത്മാവേ, ആത്മാവേ, എൻ്റെ ആത്മാവിനെ, എൻ്റെ അന്തരംഗത്തെ പ്രകാശിപ്പിക്കണമേ, എൻ്റെ അന്തരംഗത്തെ പ്രകാശിപ്പിക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. ആത്മാവേ, റൂഹായേ, എന്നിൽ കത്തി പടരണമേ. 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 എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. എൽ ഷദായ്. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ, എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ.